ഇലക്ഷൻ കാലത്ത് തന്നെ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ആരോപണത്തിൽ പറഞ്ഞിരുന്നു ധവളപത്രം ഇറക്കും, സർക്കാർ പൂർണ്ണമായും ഖജനാവ് കാലിയാക്കിയിട്ടാണ് കടന്നു പോകുന്നതെന്നാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയും ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് മറുപടിയായി മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത് അത്തരമൊരു കടം വന്നിട്ടില്ല, സംസ്ഥാന സർക്കാർ 95% കാര്യങ്ങളും നടപ്പാക്കിയതിന് ശേഷമാണ് പോകുന്നത്, എന്നാൽ സാമ്പത്തിക ബാധ്യതകൾ കുറയുകയാണ് ചെയ്തതെന്നാണ്. എന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ വളരെ കൃത്യമായി പറയുന്നു, ഒരു ധവളപത്രം ഇറക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യം നൽകുന്നത് സംബന്ധിച്ചുള്ള സാമ്പത്തിക വശങ്ങൾ പഠിക്കണം. ആശാമാർക്ക് 3000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു, അതിൻ്റെ സാമ്പത്തിക വശം പഠിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചന്ദ്രശേഖർ അധ്യക്ഷനായിട്ടുള്ള സമിതിയെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ യോഗം ഇന്ന് നടക്കും. ആ യോഗത്തിന് ശേഷമായിരിക്കും തുടർ നടപടികളും സാമ്പത്തിക സ്ഥിതിയും എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുക. 21, 22 നിയമസഭ ചേരുന്നു. 29-ന് നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകുന്നു ഗവർണറെ. അതിനുശേഷമായിരിക്കും ബജറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അതിനു മുന്നോടിയായിട്ടായിരിക്കും സംസ്ഥാന സർക്കാർ ധവളപത്രം ഇറക്കുന്നത്.